നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിലാക്കിയത് ഇടത് സർക്കാരാണെന്നും MV ഗോവിന്ദൻ. വികസന കാര്യത്തിൽ കേരള മോഡൽ ലോകം അംഗീകരിച്ചതാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. വനത്തിൽ തീയിട്ടതായി ആരോപിച്ച് ആദിവാസി യുവാവിനെ വനപാലകരുടെ മർദ്ദനത്തിൽ പരിക്കുപറ്റിയ ആശുപത്രിയിൽ കിടന്ന യുവാവ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപം. സർക്കാർ സംവിധാനങ്ങളും ആൾക്കൂട്ട മർദ്ദനോപാധികളുമായി മാറുകയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവരുടെ ഒപ്പം നിൽക്കുമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ. വ്യാപാരികളെ അവഗണിക്കുന്ന നിലപാട് ശരിയല്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ വ്യാപാരികൾക്കായി ബജറ്റിൽ ഒന്നും നീക്കിവച്ചില്ലെന്നും വിമർശനം. സുശക്തമായ രീതിയിലാണ് സംഘടനയുടെ മുന്നോട്ട് പോക്കെന്നും സംസ്ഥാന ഭാരവാഹികൾ. സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഷൊർണൂരിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിലാക്കിയത് ഇടത് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു. വികസന കാര്യത്തിൽ കേരള മോഡൽ ലോകം അംഗീകരിച്ചതാണെന്നും MV ഗോവിന്ദൻ പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നെല്ല് സംഭരണത്തിൽ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന എല്ലാ പ്രതിസന്ധിയും പരിഹരിച്ചു. നെല്ല് സംഭരണത്തിൽ പ്രോത്സാഹന സഹായം പാടില്ലെന്ന കേന്ദ്ര നിലപാട് അമേരിക്കയെ സഹായിക്കാനാണ്. ഇത് അപകടകരമാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ നടപടി സ്വീകരിച്ചത്. ഇടതുമുന്നണി എടുക്കുന്ന മുഴുവൻ കാര്യങ്ങളും സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയില്ല. ലോകം അനുകരിക്കാവുന്ന നേട്ടമാണ് കേരളം കൈവരിച്ചതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പാക്കിയത് ഇടത് സർക്കാരാണ്. വികസന കാര്യത്തിൽ കേരള മോഡൽ എന്ന് പറഞ്ഞത് അമർത്യ സെന്നാണ്. മണിശങ്കറും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. കേരളത്തിൻ്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പച്ചക്കള്ളമാണ്. പശ്ചാത്തല സൗകര്യമൊരുക്കുന്നതിനായി കിഫ്ബിയെ കൃത്യമായി വിനിയോഗിച്ചു. കേരള സാമ്പത്തിക നിലയെക്കുറിച്ച് നീതി ആയോഗും റിസർവ് ബാങ്കും സുരക്ഷിതമാണെന്ന നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് അപകടകരമായ കടമുണ്ടായത്. കടത്തെ പരിധിയിൽ നിലനിർത്തിയത് ഇടതു സർക്കാരാണ്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയത് കേന്ദ്രമെന്ന വസ്തുത പ്രതിപക്ഷം മിണ്ടുന്നില്ല. KC വേണുഗോപാൽ സംവദിച്ചപ്പോഴും കേന്ദ്രം തരാനുള്ള കാര്യം മിണ്ടുന്നില്ല. സുരേഷിനെ പാർട്ടി പുറത്താക്കിയതാണ്. സുരേഷിൻ്റെ കാര്യങ്ങൾ പാർട്ടിയെ ഒരു തരത്തിലും ബാധിക്കില്ല. പുറത്താക്കിയവരിൽ തിരിച്ചെടുക്കുന്നതും യോഗ്യത പരിശോധിച്ചാണ്. ആരെങ്കിലുമൊക്കെ അകലം പാലിച്ചാലും വിട്ടുപോയാലും പാർട്ടിയെ ബാധിക്കില്ല. തുടർ ഭരണമുണ്ടാകണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. VD സതീശൻ്റെ പുതുയുഗയാത്ര ദയനീയമാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കോടതിയുടെ ഭാഗമായിട്ടാണ് സ്ത്രീ പ്രവേശന പ്രശ്നം വേണമെന്നും വേണ്ടെന്നും തീരുമാനിച്ചത്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടാണ് ഇവിടെ എല്ലാ കാര്യവും ഗവൺമെൻറ് എടുക്കുക. പിന്നെ പാർട്ടി എടുക്കേണ്ട നിലപാടെന്താണെന്ന് അത് വേറെ കാര്യം. ഗവൺമെൻറ് എടുക്കുന്നതും പാർട്ടി എടുക്കുന്ന നിലപാടും ഒന്നായിക്കൊള്ളുന്നില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു വികസന പ്രവർത്തനവും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ലോകത്തിലെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലേ ഉള്ളൂ. എന്നിട്ട് എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ അതിശക്തിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ ജാഥയിൽ പറയാൻ പറ്റുന്നില്ല. വികസനം എന്ന് പറയുന്ന പദയെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെത്തി. അവരുടെ പ്രസംഗത്തിൽ മുഴുവൻ എല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഒരൊറ്റ ക്രിയാത്മകമായ നിർദ്ദേശം അവർക്ക് മുന്നോട്ടേക്ക് പോകാനില്ല. അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ. ദയനീയമായ ചിത്രമാണ്. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ചുങ്കം അവസാനിപ്പിച്ചു. 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർഷിക ഉൽപ്പന്നങ്ങൾ മുഴുവൻ അമേരിക്കയിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും മുഴുവൻ വരും. ആ വരുന്നത് വലിയ അപകടകരമായ രീതിയായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കൃഷിക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല, ഖജനാവിന് ഒരു ബാധ്യത ഉണ്ടാക്കാൻ പാടില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് കത്ത് എഴുതിയിരിക്കുകയാണ്. കേരള ഗവൺമെൻറ്റിന് തീരെ തെറ്റായ പ്രവണതയാണ്, തെറ്റായ രീതിയാണ്. അതൊന്നും ശരിയല്ല. ഭരണം തുടർച്ചയായി വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമില്ല. ഇപ്പോൾ പ്രാവശ്യമല്ലേ പറയുന്നത്. 100 പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും കാര്യമില്ല. പാർട്ടി സംഘടനാപരമായിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. പുറത്താക്കിയത് തന്നെ. അതുകൊണ്ട് ഈ ഓരോരാൾ തരുന്ന കത്തിനനുസരിച്ചിട്ടാണോ കൈ നിലപാട് സ്വീകരിക്കുക? മറ്റൊന്നാണ് ഇതെല്ലാം പരിശോധിക്കുന്ന CAG. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വനത്തിൽ തീയിട്ടതായി ആരോപിച്ച ആദിവാസി യുവാവിനെ വനപാലകരുടെ ആൾക്കൂട്ട മർദ്ദനം. മലമ്പുഴ ചെറാട് എലിതാരം മേഖലയിൽ ആണ് സംഭവം നടന്നത്. മർദ്ദനത്തിൽ പരുക്ക് പറ്റി ആശുപത്രിയിൽ കിടന്ന യുവാവ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമായിരുന്നു. സർക്കാർ സംവിധാനങ്ങളും ആൾക്കൂട്ട മർദ്ദന ഉപാധികളുമായി മാറുകയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു.
മലമ്പുഴ ചെറാട് ഇലിതാരം മേഖലയിൽ ഗോപാലൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ആദിവാസി യുവാവായ കൃഷ്ണന്റെ മകൻ രാധയെയാണ് വനപാലകരുടെ ക്രൂരമർദ്ദനത്തിനിരയായത്. വനത്തിൽ തീയിട്ടതായി ആരോപിച്ചായിരുന്നു മർദ്ദനം. തീയിട്ടത് താനല്ലെന്ന് അറിയിച്ചിട്ടും മർദ്ദനം തുടരുകയായിരുന്നു. നിൽക്കുന്ന സമയത്ത് അവർ വിളിക്കുകയായിരുന്നു. വിളിച്ച് ഞമ്മക്ക് അറിയില്ലായിരുന്നു എന്തിനാ വിളിക്കുന്നത്, എനിക്കറിയില്ല. സത്യാവസ്ഥ ഞാനൊരു തെറ്റും ചെയ്തില്ല. ഞമ്മളെ വിളിച്ച് കാട്ടിനകത്ത് വിളിച്ചു. ഞമ്മള് വിചാരിച്ചു തീ എടുത്തു വന്ന് വിചാരിച്ചത്. ഈ തൊടിനെ നിൽക്കുന്ന സമയത്ത് വിളിച്ചു കൊണ്ടുപോയി കൈ കെട്ടിയിട്ടായിരുന്നു. കയ്യിൽ കെട്ടിയിട്ട് ഇവര് തല്ലി 2 മണിക്ക് തല്ലാൻ തുടങ്ങിയിട്ട് 6 മണി വരെ നല്ല 6 മണി വരെ നല്ലിട്ട് ഇവര് അഴിച്ചു വിടുന്നില്ല. അവസാനം ഇവര് പോയി. അവിടെ കാലത്തെ മർദ്ദനത്തിൽ അവശനായ രാധയെ വൈകിട്ട് വീണ്ടും മർദ്ദിച്ചു. ജാതി അധിക്ഷേപവും തെറിവിളിയും നടത്തിയായിരുന്നു മർദ്ദനമെന്ന് രാധ പറഞ്ഞു. വേദനയും പരിക്കും പറ്റിയ രാധ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടർ വഴി മലമ്പുഴ പോലീസിന് പരാതി നൽകിയെങ്കിലും എഫ്ഐആർ ഇടാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല. മണ്ണാർക്കാടും അട്ടപ്പള്ളത്ത് നടന്ന ആൾക്കൂട്ടമർദ്ദനത്തിൽ മരിച്ചത് ദലിതരാണ്. ആൾക്കൂട്ടമർദ്ദന മുറകൾ ഇല്ലാതാക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ ആൾക്കൂട്ടമർദ്ദന ഉപാധികളാവുന്നത് ഭരണകൂട വീഴ്ചയും പരാജയവുമാണ്. രാധയെ മർദ്ദിച്ച വനപാലകർക്കെതിരെ കർശന നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയും പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയും ചെയ്യുമെന്ന് വിളയോടി വേണുഗോപാൽ പറഞ്ഞു. വനത്തിൽ തീ എരിയുന്നുണ്ട്, താനാണോ തീയിട്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ തീ വെക്കാറുമില്ല, വച്ചിട്ടുമില്ല, ഇനി വയ്ക്കൂല്ല, അതാണ് സത്യം എന്ന് പറഞ്ഞു. അല്ല, നീ തന്നെ വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ആരോപിച്ചു. അപ്പൊ ഇദ്ദേഹം ഇല്ല പറഞ്ഞു. അങ്ങനെ ഒരു അടിച്ചു. 10 പേരോളം ആളുകളുണ്ട്, അടിച്ചു. അത് മാത്രമല്ല, അവിടുത്തെ ഒരു മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് ക്രൂരമായി അടിച്ച അവശനായി ആ കെട്ടിയിട്ട് കയറുമായിട്ട് ചരിഞ്ഞപ്പോൾ അവർ സ്ഥലം വിട്ടു. അവിടെ SHO മലമ്പുഴയെ ബന്ധപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, അങ്ങനെ ഫോറസ്റ്റുകാര് തല്ലി നന്നാ തെളിവ്, പരിക്കുകളൊന്നുമില്ലല്ലോ, മൊഴിയെടുത്തു ഇന്റിമേഷൻ കിട്ടിയപ്പോൾ മൊഴിയെടുത്തു, FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, അത് ആലോചിച്ചേ ചെയ്യുള്ളൂ. മനുഷ്യാവകാശ പ്രവർത്തകൻ ഗോപാൽ മലമ്പുഴയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വ്യാപാരികളെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവരുടെ ഒപ്പം നിൽക്കുന്ന സംഘടനയാണ് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ എന്ന് സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. വ്യാപാരികളെ അവഗണിക്കുന്ന നിലപാട് ശരിയല്ല. മാറി മാറി വന്ന സർക്കാരുകൾ വ്യാപാരികൾക്കായി ബജറ്റിൽ ഒന്നും നീക്കിവച്ചില്ലെന്നും വിമർശനമുയർന്നു. സുശക്തമായ രീതിയിലാണ് സംഘടനയുടെ മുന്നോട്ട് പോക്കെന്നും സംസ്ഥാന ഭാരവാഹികൾ ഷൊർണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യാപാര മേഖല ദീർഘകാലമായി അഭിമുഖീകരിച്ചു വരുന്ന പ്രതിസന്ധികളുടെ വ്യാപ്തിയും രൂക്ഷതയും സംസ്ഥാനം ഭരിക്കുന്ന ഭരണകർത്താക്കളെയും മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും നേരിൽ കണ്ടും നിവേദനങ്ങൾ വഴിയും യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന ഭാരവാഹികളെയും യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംസ്ഥാന നേതാക്കളും സംഘടനയും നിരന്തരം ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരുവിധ പരിഹാരമാർഗങ്ങളും ഇതുവരെ ഉണ്ടായില്ല. സർക്കാരിൻ്റെ വികസന പദ്ധതികളുടെ വിജയകരമായ നടത്തിപ്പിന് സഹായകമായി വ്യാപാര മേഖലയിൽ നിന്നും ലഭിക്കുന്ന വിവിധ വരുമാനങ്ങളുടെ തുച്ഛമായ ഒരു വീതമെങ്കിലും വ്യാപാരികളുടെ ക്ഷേമത്തിനായി വകയിരുത്താനുള്ള സൗമനസ്യം പോലും സർക്കാർ കാണിക്കുന്നില്ലെന്നും സംസ്ഥാന ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. സർക്കാരിൻ്റെ പദ്ധതികൾക്കായി യാതൊന്നും സംഭാവന ചെയ്യാത്ത ഇതര വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമായി വാരിക്കോരി ചെലവിടുന്നു. വഴിയോര വാണിഭക്കാരെയും ഓൺലൈൻ വ്യാപാരത്തെയും പരിധിവിട്ട് സഹായിക്കുന്ന സർക്കാർ ചെറുകിട വ്യാപാരക്ഷേമ ബോർഡ് വഴി പങ്കാളിത്ത പെൻഷനായി സർക്കാർ തുച്ഛമായ സംഖ്യകൾ നൽകി പാവപ്പെട്ട വ്യാപാരിയുടെ വായടയ്ക്കുന്ന നിലപാടാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. വികസന പ്രവർത്തനങ്ങൾക്കായി വ്യാപാര സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുമ്പോൾ സ്ഥലം ഉടമകൾക്കും കെട്ടിട ഉടമകൾക്കും പൊന്നും വില നൽകി സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഈ കെട്ടിടങ്ങളിൽ 30-40 വർഷങ്ങളായി കച്ചവടം ചെയ്തു വരുന്ന വ്യാപാരികൾക്ക് യാതൊന്നും നൽകാതെ ഇറക്കിവിടുന്ന ക്രൂരമായ നടപടികളാണ് സർക്കാർ പിന്തുടരുന്നത്. ഇക്കാര്യങ്ങൾക്ക് പരിഹാരം തേടി മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖങ്ങളിലും നേരിട്ടും സന്ദർശിച്ച് നൽകിയ നിവേദനങ്ങൾ വഴി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും ഒരു പരിഗണനയും ലഭിച്ചില്ലെന്നും ഭാരവാഹികൾ ആരോപിക്കുന്നു. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവർക്ക് ഒപ്പമാണ് സംഘടനയെന്നും ഷൊർണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് പറഞ്ഞു. ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കാലം നമുക്കറിയാം. കഴിഞ്ഞ കുറേ ബഡ്ജറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ റേറ്റ് നോക്കിയാൽ വ്യാപാരികൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റിൽ ഒരു കാര്യമില്ല. സാധാരണ ചെറുകിട ഇടത്തരം വ്യാപാരികൾ നിലനിൽക്കണം, അവരും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്ന ബോധ്യം ഭരണകർത്താക്കൾക്ക് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അവരൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിചാരത്തിലാണ്
എന്ന് മനസ്സിലാവുന്നില്ല. തീർത്തും വളരെ മോശമായിട്ടുള്ള പദ്ധതികളാണ്. വ്യാപാരികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു കാര്യവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യാത്ത ഒരു സാഹചര്യങ്ങൾ വ്യാപാരികളെ വ്യാപാരികളായിട്ട് അംഗീകരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ വ്യാപാരികൾക്ക് വേണ്ട സാഹചര്യം ഒരുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തുന്നവരെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ എന്ന നമ്മുടെ സംഘടന. വ്യാപാര മേഖലയിൽ സമീപത്തായി വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയിൽ തകർന്നുപോയ ചെറുകിട വ്യാപാരികളിൽ നല്ലൊരു ശതമാനം തൊഴിൽ ഉപേക്ഷിച്ചു പോകുകയാണ്. ഈ സാഹചര്യത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധിയിലായ ലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട ഇടത്തര വ്യവസായികളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന മുന്നണിയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയും അധികാരത്തിലെത്തിക്കാൻ സംഘടനാ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ യൂണിറ്റുകളും പ്രതിജ്ഞാബദ്ധമാണെന്നും വാർത്താസമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന ഭാരവാഹികൾ വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ ഷൊർണൂരിൽ ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗം ഏകകണ്ഠമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത്, TF സെബാസ്റ്റ്യൻ, നിജ ബഷി, TK ഹെൻറി, VA ജോസ്, ഓസ്റ്റിൻ ബെന്നൻ, ഗോകുൽദാസ്, TK മുസ്തഫ, M ഉണ്ണികൃഷ്ണൻ, MK വേണുഗോപാൽ, PS സിംസൺ, VC പ്രിൻസ്, അലിയൈന, ഷിനോജ്, TK മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഷൊർണൂർ മയിൽവാനം ഓഡിറ്റോറിയത്തിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കൂടാതെ യൂത്ത് വിങ്, വനിതാ വിങ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പും ഇതോടനുബന്ധിച്ച് നടന്നു. സംഘടന രൂപീകരിച്ച് 4 വർഷത്തിനു ശേഷമാണ് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബറിന്റെ സംസ്ഥാന കൗൺസിൽ യോഗം തിങ്കളാഴ്ച ഷൊർണൂർ മയിൽവാനം ഓഡിറ്റോറിയത്തിൽ ചേർന്നത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സംഘടന സുശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ എന്ന സംഘടന രൂപീകൃതമായിട്ട് അതിൻ്റെ 4 വർഷം കഴിഞ്ഞിട്ടുള്ള കൗൺസിൽ യോഗമാണ്. കാലാകാലങ്ങളായി കച്ചവടം നടത്തുന്ന ചെറുകിട ഇടത്തരം കച്ചവടക്കാർ, അവരുടെ ഇടത്തരം കച്ചവടക്കാരുടെ കാര്യം മഹാപോക്കാണ്. പിടിച്ചു നിൽക്കാൻ യോഗത്തിൽ സംസ്ഥാന ഭാരവാഹികളായ TF സെബാസ്റ്റ്യൻ, നിജ ബഷി, TK ഹെൻറി, VA ജോസ്, ഓസ്റ്റിൻ ബെന്നൻ, K ഗോകുൽദാസ്, TK മുസ്തഫ, ഷിനോജ് നരിത്തൂക്കിൻ, അലി ഐന, PS സിംസൺ, M ഉണ്ണികൃഷ്ണൻ, MK വേണുഗോപാൽ, VC പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കൂടാതെ ചർച്ചയും ഉണ്ടായി. യോഗത്തിനു പുറമെ യൂത്ത് വിങ്, വനിതാ വിങ് സംഘടനയുടെ തെരഞ്ഞെടുപ്പുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മലമ്പുഴ കനാൽ പരിധിയിലെ മരങ്ങളും കരിമ്പനയും നാട്ടുകാരെ ഭീതിയിലാക്കുന്നു. പറളി പഞ്ചായത്തിലെ 5-ാം മൈൽ മുസ്ലിം പള്ളിക്ക് മുന്നിലെ മലമ്പുഴ കനാൽ പുറമ്പോക്കിലെ ഭീമൻ മരങ്ങളാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. 80-90 അപേക്ഷ കൊടുത്തോ? അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ? പറളി പഞ്ചായത്തിക്ക് ഇറിഗേഷൻ പോകും. അപേക്ഷ കൊടുത്തിട്ട് എത്രയായി ഇപ്പോൾ? ഒരു കൊല്ലം കഴിഞ്ഞു. അവരൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ല. അവർ വന്നു, അളവും കുത്തുകൊടുത്തു, അവർ പോയി. പിന്നെ ഒരു മരം മാത്രം ഇവിടെ മുറിച്ചിട്ടുണ്ട്. അത് ഈ ലൈനിലേക്ക് വീഴും പറഞ്ഞപ്പോൾ മുറിച്ചിട്ടത്. ബാക്കി 2-3-4 മരം വീടുകളിലേക്ക് അപകടമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപകടമായിട്ടാണ്. മരത്തിന്റെ ഹൈറ്റ് നല്ല ഹൈറ്റാണ്. കേളശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കേളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നാപ്കിൻ ഇൻസിനേറ്റർ സ്ഥാപിച്ചു. കുട്ടികളുടെ ഗ്രാമസഭയിലെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. സാനിറ്ററി പാഡ് സംസ്കരിക്കാനുള്ള സംവിധാനം പഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരളം മിഷന്റെ സഹായത്തോടെയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രമ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാജിദ, സുഭാഷ്, വാർഡ് മെമ്പർ ശ്രീദേവി, ഹരിത കേരളം പ്രതിനിധി റഷീദ്, സ്കൂൾ അധികൃതർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളി MP MMM SN ട്രസ്റ്റ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജിലെ NSS യൂണിറ്റിൻ്റെയും ഒറ്റപ്പാലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ബ്ലഡ് സെൻ്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ക്യാമ്പ്. കുളപ്പള്ളി SN ട്രസ്റ്റ് കോളേജിലെ NSS യൂണിറ്റും ഒറ്റപ്പാലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി ബ്ലഡ് സെൻ്ററും സംയുക്തമായാണ് കോളേജിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ ഡോക്ടർ P രജനി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഗണിത വിഭാഗം മേധാവി മോഹനൻ, ഓഫീസ് പ്രതിനിധി പ്രീത, കോളേജ് യൂണിയൻ ചെയർമാൻ C അനന്തു എന്നിവർ സംസാരിച്ചു. NSS PO ഗിരിജ, A മിഥുൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
രക്തദാനത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതിനും ജീവൻ രക്ഷാപ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൻവർ സാദത്ത് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളോട് സംസാരിച്ചു. ക്യാമ്പിൽ ബ്ലഡ് സെന്റർ കൗൺസിലർ കൃഷ്ണപ്രിയ, ടെക്നീഷ്യന്മാരായ ശ്രീലക്ഷ്മി, ആനന്ദ്, വിഷ്ണു, ഐശ്വര്യ എന്നിവരും നഴ്സിംഗ് ഓഫീസർ മഞ്ജുഷ, അറ്റൻഡർ രമണി എന്നിവരും പങ്കെടുത്തു. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ക്യാമ്പിൽ രക്തദാനം ചെയ്തു. NSS വളണ്ടിയർമാർ ക്യാമ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാരണാസി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി. ഇതോടെ ദേശത്തെ പറയെടുപ്പും ആരംഭിച്ചു. ഫെബ്രുവരി 22 ഞായറാഴ്ചയാണ് ദേശ താലപ്പൊലി മഹോത്സവം. വാരണാസി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശ താലപ്പൊലി മഹോത്സവത്തിന് ഞായറാഴ്ച വൈകിട്ട് കൊടിയേറി. വിശേഷാൽ പൂജകൾക്ക് ശേഷം രാത്രി 7:30 മണിയോടുകൂടിയായിരുന്നു കൊടിയേറ്റം. ബൗത്രാധൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ്. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും വിവിധ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെയും നിരവധി ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ക്ഷേത്രത്തിൽ കൊടിയേറ്റം. മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇതിനകം കളമെഴുതിപ്പാട്ടും നടന്നുവരികയാണ്. കൊടിയേറ്റത്തോടുകൂടി തിങ്കളാഴ്ച മുതൽ തട്ടകത്തിൽ പറയെടുപ്പും ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 22 ഞായറാഴ്ചയാണ് ദേശ താലപ്പൊലി മഹോത്സവം ആഘോഷിക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കവളപ്പാറ കല്ലിപ്പാടം ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വർണ്ണാഭമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. നിരവധി ഭക്തജനങ്ങൾ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി. ശിവരാത്രി ദിനമായ ഞായറാഴ്ച രാവിലെ 4-ന് പ്രഭാതപേരി, 4:15 നിർമ്മാല ദർശനം, 4:30 അഭിഷേകം, 4:45 മലർനിവേദ്യം, 5-ന് ഗണപതി ഹോമം, 6-ന് ക്ഷേത്രതന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ കർമ്മത്വത്തിൽ ഉഷപൂജ എന്നിവയുണ്ടായി. തുടർന്ന് 7:30 മുതൽ വൈകുന്നേരം 4 മണി വരെ ഇരട്ടമ്പലം മാതൃസമിതിയുടെ ശിവ സഹസ്രനാമപാരായണവും ഉണ്ടായിരുന്നു. തുടർന്ന് ഉച്ചപൂജ, അഷ്ടപതി, മേളം എന്നിവയും 10:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ പ്രസാദവൂട്ട് നടന്നു. വൈകുന്നേരം 5-ന് പടിഞ്ഞാറ്റുമുറിയുടെ വേലയും 6-ന് വടക്കുംമുറി വേല വരവും ഉണ്ടായി. ഇണക്കാളകൾ, തമ്പോലം, ശിങ്കാരിമേളം, വേഷങ്ങൾ തുടങ്ങിയവ വേലവരവിന് മാറ്റുകൂട്ടി. ആറ് 6:30 ദീപാരാധന, 8-ന് കൂനത്തറ രാമേന്ദ്രൻ അവതരിപ്പിച്ച തായമ്പകയും തുടർന്ന് കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങളും മെഗാവിഷൻ്റെ മെഗാഷോയും ഉണ്ടായി. രാത്രി 12-ന് കിഴക്കുമുറി വേലവരവും വിവിധ കലാപരിപാടികൾ തുടരുകയും ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കണയം കാഞ്ഞിരങ്കാട് മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു. ക്ഷേത്ര ആഘോഷ പരിപാടികളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. Da
ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് പുറമെ ദീപാരാധന, ചുറ്റുവിളക്ക്, ഭക്തിഗാനസുധ എന്നിവ നടന്നു. വൈകുന്നേരം വാടനാകുറിശി സ്വരമാതിരി അവതരിപ്പിച്ച ഭക്തിഗാനമേള, ക്ലാസിക്കൽ ഭജൻസ് എന്നിവയും അരങ്ങേറി. കടയം ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കെ പരമേശ്വരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് എ രാഘവൻ നായർ, സെക്രട്ടറി സി കൃഷ്ണദാസ്, കെ ഉണ്ണികൃഷ്ണൻ, പി ഉണ്ണികൃഷ്ണൻ, സി ഹരിദാസ്, അജിത് സി, പി രാവുണ്ണി, കെ രാമദാസൻ, ട്രഷറർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോമത്തില്ലത്ത് കേശവൻ ശർമ്മ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇര തേടി ആയിരക്കണക്കിന് നീർക്കാക്കകളും കാക്കകളും. ഇവർക്ക് താങ്ങായി പഴയ കൊച്ചിൻ പാലവും. ഒരു റിപ്പോർട്ടിലേക്ക്. നൂറ്റാണ്ടുകളുടെ പഴക്കവും അപഗണന കൊണ്ട് നിലംപൊത്തിയതുമായ പഴയ കൊച്ചിൻ പാലം ഇന്ന് ഇര തേടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പക്ഷികൾക്ക് താങ്ങും തണലുമാവുകയാണ്. തകർന്നടിഞ്ഞ് പൂർണ്ണമായും പുഴയിലേക്ക് തകർന്നു വീണ ഭാഗത്താണ് ആയിരക്കണക്കിന് പക്ഷിക്കൂട്ടങ്ങൾ ഇര തേടി പുഴയെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പാലത്തിന്റെ ഉയർന്ന ഭാഗം പൂർണ്ണമായും ഒഴിഞ്ഞുകിടക്കുമ്പോഴും വെള്ളത്തിലേക്ക് പതിച്ച ഭാഗത്താണ് പക്ഷിക്കൂട്ടങ്ങൾ ധാരാളമായി ഇര തേടിയിരിക്കുന്നത്. നീർക്കാക്കളും കാക്കകളുമാണ് കൂടുതൽ എങ്കിലും കൊറ്റിക്കൂട്ടങ്ങളും ചിലപ്പോൾ ഇവിടെ എത്താറുണ്ടത്രേ. പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൽ ഒരു പക്ഷിക്കുടുംബം തന്നെ താമസമാക്കിയിട്ടുണ്ട്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന നിരവധി പേരാണ് ഈ കാഴ്ച കൺകുളിർക്കെ കാണുന്നതിനായി അല്പനേരം ഇവിടെ തങ്ങിപ്പോകുന്നത്. ഒട്ടനവധി ആളുകൾ വീഡിയോവും എടുക്കുന്നുണ്ട്. കടുത്ത വേനൽ കടക്കുമ്പോഴും പക്ഷേ ഇവരെ ബാധിക്കുകയില്ല. ദാഹം മാറ്റാൻ ഭാരതപ്പുഴ പാലത്തിനടിയിലൂടെ ഒഴുകുന്നതും ഒഴുക്കുവെള്ളത്തിൽ വരുന്ന ചെറുമീനുകളെ കൊത്തിയെടുക്കാൻ ഉന്നം പാർത്തിരിക്കുന്ന പക്ഷികളും ഇപ്പോൾ കൊച്ചിൻ പാലത്തിന് വിസ്മയമാകുകയാണ്. അപകടം നേരിട്ട് നിലം പതിച്ചെങ്കിലും ആയിരക്കണക്കിന് പക്ഷികളുടെ ആശ്രയ കേന്ദ്രമാകുകയാണ് പഴയ കൊച്ചിൻ പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്ത്രീ പ്രവേശന കാര്യത്തിൽ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിലാക്കിയത് ഇടത് സർക്കാരാണെന്നും MV ഗോവിന്ദൻ. വികസന കാര്യത്തിൽ കേരള മോഡൽ ലോകം അംഗീകരിച്ചതാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. വനത്തിൽ തീയിട്ടതായി ആരോപിച്ച് ആദിവാസി യുവാവിന് വനപാലകരുടെ ആൾക്കൂട്ട മർദ്ദനത്തിൽ പരിക്കുപറ്റിയ ആശുപത്രിയിൽ കിടന്ന യുവാവ് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപം. സർക്കാർ സംവിധാനങ്ങളും ആൾക്കൂട്ട മർദ്ദനോപാധികളുമായി മാറുകയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളയോടി വേണുഗോപാൽ. വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നവരുടെ ഒപ്പം നിൽക്കുമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ. വ്യാപാരികളെ അവഗണിക്കുന്ന നിലപാട് ശരിയല്ല. മാറി വരുന്ന സർക്കാരുകൾ വ്യാപാരികൾക്കായി ബജറ്റിൽ ഒന്നും നീക്കിവച്ചില്ലെന്നും വിമർശനം. സുശക്തമായ രീതിയിലാണ് സംഘടനയുടെ മുന്നോട്ട് പോക്കെന്നും സംസ്ഥാന ഭാരവാഹികൾ. സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഷൊർണൂരിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.